തമിഴ്നാട്ടിൽ നല്ല ബ്രൂ കോഫി എത്തിക്കഴിഞ്ഞു. ഓരോ റൗണ്ട് ചായയും വരുന്നു. ചായക്കൊപ്പം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ്? എന്തായിരിക്കും സാധ്യതയുള്ളത് അനിൽ? ഞങ്ങൾ 2020 ആണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. കോട്ടയത്ത് സാബു ജേക്കബിന്റെ പാർട്ടി പോയോ? ആ 2020 അല്ല. ഞങ്ങൾ കേരളത്തിൽ 20 സീറ്റും ആലപ്പുഴ സീറ്റൂടെ നമ്മൾ KC വേണുഗോപാലിലൂടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കോട്ടയത്ത് വിജയം സുനിശ്ചിതം. അത് ഇച്ചിരി കടന്നൊരു ആത്മവിശ്വാസമാണോ? ഇല്ല, ആത്മവിശ്വാസം കുറയേണ്ട കാര്യമില്ല. സാഹചര്യം ഈ ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വികാരവും എല്ലാവരും വരുമ്പോഴത്തേന് 20 സീറ്റും ലഭിക്കണം. 20 സീറ്റും കേരളത്തിൽ UDF ലഭിക്കുമെന്നാണ് അനിൽ, കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നത്. ജോർജ് ചേട്ടാ, എങ്ങനെയാണ് ഒരു സാധ്യത? അല്ല, അവര് കോൺഗ്രസിന്റെ ഒരു മനപ്പായസം കൊണ്ടാണ് കേരളത്തിൽ ഇത്തവണ LDF ബഹുഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുക്കും. ബഹുഭൂരിപക്ഷം സീറ്റ് പിടിക്കൂ? 10 മോളിൽ പോകുന്നാണോ? 10 മേളിൽ പോകും. അത് അതിനേക്കാൾ വലിയ ആത്മവിശ്വാസമല്ലേ ചേട്ടാ? കാരണം കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ CPM പറയുന്നത് 8 എന്നാണല്ലോ. അല്ല, CPM ഞങ്ങളൊക്കെ താഴെക്കടയിലെ പ്രവർത്തകരാ. അപ്പൊ ജനങ്ങളുടെ മനസ്സ് നേതാക്കന്മാരെക്കാളും കൂടുതൽ അറിയാൻ പറ്റുന്നത് ഞങ്ങളെപ്പോലുള്ള അണികൾക്കാണ്. ഒരു തരംഗം ഉണ്ടെന്നാണോ ചേട്ടൻ പറയുന്നത്? തരംഗമുണ്ട്, ഒരു മതേതര തരംഗം കേരളത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ ഒട്ടുക്കുണ്ട്. അത് ഒരു മോദി വിരുദ്ധ തരംഗം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വന്നതുപോലെ ഇത്തവണ LDF അനുകൂലമായി വരുമെന്നാണോ? അല്ല, LDF UDF എന്നുള്ള നിലയ്ക്കല്ല, ഒരു മതേതര കേരളത്തിന്റെ മനസ്സ് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പ്രതികരണം LDF മാത്രം ജയിച്ചു വന്നെങ്കിൽ മാത്രമേ കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റിന് സാധ്യത ഉണ്ടാവുകയുള്ളൂ. അത് വോട്ടർമാർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10-12 സീറ്റ് വരെ കിട്ടാം. 12 അല്ല, അതിലേറെ, ഒരു 15 സീറ്റെങ്കിലും ലഭിക്കും. 15 സീറ്റോ? നിങ്ങൾ മലപ്പുറത്തെങ്കിലും UDF ഒരു സീറ്റ് കൊടുക്കുക സാർ. അല്ല, അവിടെ പൊന്നാനിയിലും മലപ്പുറവും ഒക്കെ വലിയ കോട്ടയാണ് സാറേ. അല്ല, അത് അത്ഭുതമല്ല സാറേ. 2004 അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് UDF 2 സീറ്റ് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. ആ സ്ഥിതിയിലേക്ക് കേരളം എത്തുകയാണ്. പക്ഷെ അന്ന് അവിടെ മഞ്ചേരിയിലൊക്കെ TK ഹംസ വിജയിക്കുന്ന ഒരു കാലം, അതൊക്കെ ഒരു അപൂർവ സാഹചര്യമല്ല. ആ അപൂർവ കാലത്തിലേക്ക് കേരളം വരികയാണ്. കേരളം മാറുന്നു എന്നുള്ളതാണ്. ചേട്ടൻ എങ്ങനെ പൊതുവെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിഷ്പക്ഷമായിട്ട് വീക്ഷിക്കുന്ന സമയത്ത് ചേട്ടൻ എന്താ തോന്നിയിരിക്കുന്നത്? കോമാറേട്ടാ, ഇവിടെ 20 സീറ്റ് UDF നേടും. അത് ശരി. ആണോ? അത്ര ഉറച്ച വിശ്വാസത്തിലാണ്? ഉറച്ച വിശ്വാസം. നഷ്ടപ്പെട്ട ആലപ്പുഴ സീറ്റോടെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സംസ്ഥാന ഗവൺമെന്റ് തുടർ ഭരണത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം ഇത്രയും നാളും ഈ 8 വർഷം കൊണ്ട് ഭരിച്ച് ഈ സംസ്ഥാനം പിടിച്ചു. നമുക്കൊക്കെ സാറിന് അറിയാമല്ലോ, പെൻഷൻ കിട്ടാൻ പോലും സാറിന് പെൻഷൻ കിട്ടാൻ ബുദ്ധിമുട്ടിയിട്ടില്ല. 7 ദിവസം നേരിട്ടു. അതിനി കിട്ടുമെന്നുള്ള ആശങ്കയുണ്ട്. അതും ഒരു ആശങ്ക. ഗോപാലേട്ടൻ 7 ദിവസത്തെ സർവീസ് പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ച് പറയുന്നു. ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്താൻ, ശശീരൻ നായർ എന്നാ പേര്. അദ്ദേഹത്തിന് KSRTCയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. എത്ര ആളായി പെൻഷൻ കിട്ടാനായിട്ട്? ഈ മാസം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ചേട്ടൻ ഭാഗ്യവാനാണ്. സംസ്ഥാനത്തെ DA എത്ര ശതമാനം കുടിശ്ശിയുണ്ട്? 22% DA കുടിശ്ശിക. 22% DA കുടിശ്ശിയുണ്ട്. അപ്പൊ സർവീസുകാർക്കിടയിലും ആ രീതിയിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് സാറേ. അത് ഒരു പെൻഷൻകാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ശരിയാണ്. KSRTC പെൻഷൻ കൊടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഈ LDF കാലത്താണ് തുടങ്ങിയിട്ടുള്ളത്. മുൻ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. സർക്കാർ പെൻഷൻ കൊടുക്കുന്ന സ്ഥിതി ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ കടബാധ്യതയുടെ പ്രശ്നങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനുള്ള സാഹചര്യത്തിൽ ഇവരെയൊക്കെ സംരക്ഷിക്കാനും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടും സർക്കാർ ശ്രമിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അതെ. അപ്പോൾ പക്ഷേ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ദൈനംദിന കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദൈനംദിന കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അല്ലേ? എത്ര വർഷം KSRTC സേവനം അനുഷ്ഠിച്ചു? 13 വർഷം. 13 വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പം പുറത്തു വരുമ്പോൾ പെൻഷൻ കൃത്യമായി കിട്ടുന്നില്ല. ഇല്ലില്ല അല്ലേ? അതൊരു ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഉറപ്പല്ലേ? എത്ര സീറ്റ് കിട്ടും UDF? 20 കിട്ടുമെന്നാണ് പ്രതീക്ഷ. 20 കിട്ടും എന്നുള്ളതാണ്. നമ്മൾ നിൽക്കുന്നത് പുതുപ്പള്ളിയിലാണ് എന്നുള്ളത് കൂടി പ്രേക്ഷകർ ഓർമ്മിച്ചേക്കണം. കണ്ണൂരല്ല എന്നതുകൊണ്ടുകൂടി 20 പൂർണ്ണമായിട്ടും UDF കിട്ടുമെന്നാണ്. നമ്മുടെ BJP ആളുകൾ കൂടി നമുക്കൊപ്പം ഉണ്ട്. നമസ്കാരം. എന്താണ് സാധ്യത? കുളത്തിൽ എന്തെങ്കിലും വീഴൂ? ഇത്തവണ കുളത്തിൽ വീഴിയും. എത്രയെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ആണോ? ഉറച്ച വിശ്വാസത്തോടു കൂടി എത്ര താമര വിരിയും എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ, കേരളം മാറുകയാണെന്ന്. അത് ശരിയല്ലേ? അത് മോദിക്കെതിരായി മാറുന്നു എന്നാണ് ജോർജ് ചേട്ടൻ പറഞ്ഞത്. മോദിക്ക് അനുകൂലമായി മാറുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ, ഇപ്പോൾ ഇലക്ഷന്റെ ആ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായ സമയത്ത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ BJP അല്ലെ NDA കുറിച്ച് പ്രതിപാദിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ റിപ്പോർട്ടർ TVയുടെ അടക്കം
എഡിറ്റേഴ്സ് ചർച്ചയിൽ നമ്മുടെ സ്മൃതി പരുത്തിക്കാട് മാഡത്തിന് പോലും പറയേണ്ടി വന്നില്ലേ, കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി ഉണ്ടെന്ന് പറയേണ്ടി വന്നില്ലേ? അപ്പൊ അത് മാറുമല്ലേ? തീർച്ചയായിട്ടും തിരുവനന്തപുരത്തും തൃശ്ശൂരും അങ്ങനെ ഒരു ത്രികോണ മത്സരമുണ്ട്, ആ കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല രണ്ടിടത്തും മത്സരം പ്രവചനാതീതവുമാണ്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നാണ്? തീർച്ചയായിട്ടും താമര വിരിയും. അത് എത്ര എണ്ണം വിരിയും? ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങൾക്കിപ്പോൾ പ്രാദേശികമായിട്ടുള്ള കണക്കുകളൊക്കെ കിട്ടി കാണുമല്ലോ, നിങ്ങൾ നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്തായിരിക്കും തൃശ്ശൂരായിരിക്കും സാധ്യത? രണ്ടും തുല്യമാണ്. രണ്ടും 100% ജയിക്കും എന്നുള്ള സാധ്യത തന്നെയാണ് ഞങ്ങൾ നൽകുന്നത്. വേണ്ടി വന്നാൽ രണ്ടും ജയിച്ചേക്കാം, സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും. രണ്ടും ജയിക്കും. ആണോ? 4+ ഞങ്ങൾ എയിം ചെയ്യുന്നത്. 4+ഓ? ബാക്കി ഏത് 2 മണ്ഡലം? വേറെ 2 മണ്ഡലം കൂടെ ആണല്ലോ നമ്മൾ 5 മണ്ഡലങ്ങൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. 4+.